സൗദിയിൽ താമസിക്കുന്ന 1.5 കോടിയിലധികം പ്രവാസികളുടെ അവകാശങ്ങൾ നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് സൗദി മനുഷ്യാവകാശ കമ്മീഷൻ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലാണ് സൗദി തങ്ങളുടെ നേട്ടങ്ങൾ വിശദീകരിച്ചത്. വിഷൻ 2030ന്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിലൂടെ തൊഴിലിടങ്ങളിലെ സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണത്തിലും വൻ പുരോഗതി ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. 60-ലധികം രാജ്യങ്ങളിൽ നിന്നായി 1.5 കോടിയിലധികം പ്രവാസികൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ഇവർക്കെല്ലാം കൃത്യമായ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ടെന്ന് സൗദി മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ ഹല അൽ തുവൈജിരി UN കൌൺസിലിൽ പറഞ്ഞു. പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമ സംവിധാനമാണ് രാജ്യത്ത് നിലവിലുള്ളത്. തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായതെന്ന് റിപ്പോർട്ട് പറയുന്നു. നിർബന്ധിത ജോലി ഒഴിവാക്കി, ബാലവേല നിരോധിച്ചു, തൊഴിലിടങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ 73% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതിലൂടെ തൊഴിൽ സംബന്ധമായ മരണങ്ങൾ 70% കുറയ്ക്കാൻ സാധിച്ചു. സ്ത്രീ ശാക്തീകരണത്തിലും രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം 34% കടന്നു. പ്രധാന തസ്തികകളിൽ 44% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 7% കുറയ്ക്കാനും സൗദിക്ക് സാധിച്ചു. 2025 നടപ്പിലാക്കിയ കായിക നിയമം ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ വിവേചനമില്ലാത്ത നിയമവ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണെന്നും ഡോക്ടർ ഹല അൽ തുവൈജിരി പറഞ്ഞു. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.